ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഡിസംബർ മാസം 8-ാം തീയതി 343-ാമത്തെ ദിവസത്തിലെത്തി. ഈ ആണ്ട് തീരാനായിട്ടിനി വെറും 24 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. യോഹന്നാൻ മാബ്ദോനോയുടെ ജനനത്തെ തുടർന്ന് പിതാവായ സക്കറിയ പുരോഹിതൻ നടത്തുന്ന പ്രവചന ഗീതം വിശുദ്ധനായ ലൂക്കോസ് എഴുതി ചേർത്തുകൊണ്ടാണ് തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഒന്ന് വായിക്കാനായിട്ട് അല്പസമയം മാറ്റിവെച്ചേ മതിയാവും. 9 മാസത്തെ കടുത്ത നിശബ്ദതയ്ക്ക് ശേഷം യോഹന്നാൻ എന്ന പേര് ഉച്ചരിച്ചുകൊണ്ട് വർത്തമാന ലോകത്തിലേക്ക് മടങ്ങിയെത്തിയ ഈ മനുഷ്യന് ആരോട് എന്താണ് ശരിക്കും പറയാനായിട്ടുള്ളത്? ഈ ഭൂമിയോട് തന്നെയാണ്, നമ്മൾ ഓരോരുത്തരോടുമാണ്. വാർദ്ധക്യത്തോളം നീണ്ടുപോയ കാത്തിരിപ്പിനൊടുവിൽ ദൈവം കനിവോടെ നൽകിയ ആ കുഞ്ഞിനെ കയ്യിലേന്തി പറയുന്നുണ്ട്, അല്ലയോ എൻ്റെ കുഞ്ഞെ, നീയോ അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അത്യുന്നതനെ അറിയാത്ത ആളല്ലല്ലോ ഈ പുരോഹിതനായ അപ്പൻ. ആ ദൈവത്തിൻ്റെ പ്രവാചകനായി കുഞ്ഞെ നീ മാറുമെന്ന് ദൈവിക പദ്ധതി മുൻകൂട്ടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കുറച്ച് അതിരുവിട്ട് പറഞ്ഞാൽ പുരോഹിതൻ പതിയെ ദൈവത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് വളരുകയാണ്. എന്നിട്ടോ സ്വന്തം കുഞ്ഞിൻ്റെ ഭാവി വിളിച്ചു പറയുകയാണ് മുഴുവൻ ലോകത്തോടും. എന്താണ് അത്? ആ കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ച് കൂടിയാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ അതുവരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും സംഭവിച്ചത് ഓർക്കാതെ ഒന്നുമല്ലല്ലോ. ഈ പൈതലൊടുവിൽ ആരായിത്തീരുമെന്ന് അപ്പനായ പുരോഹിതനായ പ്രവാചകനായി മാറുന്ന ഈ മനുഷ്യൻ വിളിച്ച് പറഞ്ഞത്. അതെ, ആരായി ഒടുവിൽ തീരുമെന്ന് പറഞ്ഞു വെക്കുകയാണ്. നീണ്ട മൗനത്തെ തുടർന്നാണ് പ്രവാചകന്റെ ഈ പ്രവചന ഗീതമെന്നുകൂടി ഓർക്കേണ്ടതാണ്. ജനനത്തോടുകൂടി തന്നെ ഒരു മനുഷ്യൻ തൻ്റെ മരണത്തിലേക്ക് നടന്നു തുടങ്ങുന്നു എന്നുള്ള ഒരു വീണ്ടു വിചാരം ഓരോ മനുഷ്യനും തിരിച്ചറിവിൻ്റെ വളർച്ചയുടെ നാളുകളിൽ സ്വന്തമാക്കേണ്ടതാണ്. അത്തരമൊരു മരണ വിചാരത്തിൻ്റെ വിശാലതയിലും വിശുദ്ധിയിലും വളർന്നു വരുന്ന ഏതൊരാളും എന്തുമാത്രം കൃതജ്ഞതയുള്ളവരാവും, എന്തുമാത്രം ആദരവ് കൊണ്ടു നടക്കുന്നവരാവും, ഒപ്പമുള്ളവരോട് എന്തുമാത്രം ആർദ്രമായ കരുണ പുലർത്തുവാനായിട്ട് സ്വയം നിർബന്ധിതരാവും. തീർച്ചയായിട്ടും ജനിക്കുകയും വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ എവിടെയോ മരണം ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഒരു ധാരണയെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ ജീവിതത്തിന് കുറച്ചുകൂടി അഴകുണ്ടാവും, കുറേം കൂടി ജീവിതത്തിന് അർത്ഥമുണ്ടാവും, ജീവിതം കുറെ കൂടി പ്രസക്തമായി മാറും, ജീവിതം കുറെ കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. ഈ നല്ല പുലരിയിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയ ജീവനെയും ജീവിതത്തെയും ഒന്നും കൂടി ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒപ്പം ആ വലിയ പരമ കാരുണ്യവാന്റെ സന്നദ്ധിയിൽ നമുക്ക് നിശബ്ദതയിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും നമിക്കുകയും ചെയ്യാം.
ആമേൻ.